ചേട്ടാ പയ്യന്നൂരുകാരനാണോ? അല്ല, കായംകുളത്തുകാരൻ. കായംകുളം. അതെ. അപ്പൊ ഇത്ര ദൂരം വന്നത് ഈ ഒരു പരിപാടി അറിഞ്ഞുകൊണ്ട് മാത്രമാണ്? ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ചുമതലയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് വരികയാണ്. പക്ഷേ പയ്യന്നൂരിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത്, CPM അവകാശപ്പെടുന്നത്. ഞങ്ങളും പാർട്ടിക്കൊപ്പമാണ്, പക്ഷെ തിരുത്തൽ വേണം. ഈ വലിയൊരു അപജയം പാർട്ടിക്ക് സംഭവിച്ചു എന്നാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ചേട്ടൻ എവിടെ നിന്നായിരുന്നു? ഞാൻ കൊല്ലം. ഞാൻ കോളേജ് അധ്യാപകനാണ്, റിട്ടയർഡ്. കമ്മ്യൂണിസ്റ്റുകാരനാണ്? കമ്മ്യൂണിസ്റ്റുകാരനാണ്. CPM വിട്ടിട്ട് 10-30 കൊല്ലമായി. ഇപ്പോഴും ഞങ്ങൾ ഇടതുപക്ഷമാണ്. എന്തുകൊണ്ടാണ് CPM വിട്ടത്? CPM വിടണമെന്ന് തോന്നി. എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നു? തീർച്ചയായും CPMന്റെ രാഷ്ട്രീയ വ്യതിയാനത്തിനുള്ള പ്രതിഷേധമാണ്. അത് ഞങ്ങളാരും ഇടതുപക്ഷം വിട്ടൊന്നും പോയിട്ടില്ല, പോകത്തുമില്ല. ഇടതുപക്ഷം ഇരിക്കുന്നവരിൽ കൂടുതൽ ആളുകളല്ല. ഇടതുപക്ഷം എന്ന് പറയുന്ന ആരുടെ നേതാക്കന്മാരുടെ വകയല്ല, അത് ധീര രക്തസാക്ഷികളുടെ പാരമ്പര്യത്തിന്റെ ത്യാഗത്തിന്റെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതിന്റെ ഭാഗമാണ് ഞങ്ങൾ. ഈ പയ്യന്നൂരുകാരനാണോ അതോ കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നാണോ? വടകരയിൽ നിന്ന്. എന്താണ് ഈ സംഭവത്തെ കുറിച്ച്, ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ആരോപണങ്ങളെ കുറിച്ച് പറയാനുള്ളത്? അഭിപ്രായം എന്താണ്? കുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകപ്രകാശനത്തിന് വന്നത്. അദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ തള്ളി പറയുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി നേതൃത്വം എന്ത് ആവശ്യവും തള്ളി തന്നെയല്ലേ പറയാറ്, ഇപ്പോഴും തള്ളി തന്നെയല്ലേ പറയാറ്. TP ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതും തള്ളി പറഞ്ഞിട്ട് തന്നെ ഉള്ളത്. ഈ വന്ന ആളുകളൊക്കെ പയ്യന്നൂരിൽ രക്തസാക്ഷികളുടെ ഫണ്ട് അതിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ച അതിൽ നിന്ന് 60-70 ലക്ഷത്തോളം രൂപ മുഖ്യ അതിൻ്റെ പേരിലുള്ള പ്രതിഷേധമായിട്ടാണ്. അതിൽ നിന്ന് അത് തുറന്നു പറഞ്ഞ, കേരളത്തോട് തുറന്നു പറഞ്ഞ ഒരു സഖാവ് ഉണ്ടായിരുന്നു. 40 വർഷത്തോളം ആ പാർട്ടിക്കും വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ആ ഒരു സഖാവ്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം ഇന്ന് പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ, ഈ സഖാക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നും അവർ പറയുന്നത് ഞങ്ങൾ സഖാക്കൾ തന്നെയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ രൂപത്തിൽ, അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയി. നിങ്ങളുടെ വ്യതിയാനമാണ് ഇന്ന് ഈ പാർട്ടിയെ ഈ ഒരു അവസരത്തിലാക്കിയത് എന്നുള്ളതാണ് ഇനിയെങ്കിലും സഖാക്കളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ അവസാനം പറഞ്ഞ ആൾ, നമ്മുടെ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് ഇന്നും പാർട്ടിയല്ല അതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. മാഷാ അള്ളാ എന്നുള്ള സ്റ്റിക്കർ വരെ ഒട്ടിച്ചിട്ട് പോലും അത് ഞങ്ങളല്ല എന്ന് ഇപ്പോഴും തറപ്പിച്ച് പറയുന്നവരാണ്. കാരണം അതിൻ്റെ എല്ലാ നിയമവശങ്ങളും അതിൻ്റെ അന്വേഷണത്തിൽ വന്ന തെളിവുകളും ഒക്കെ അതിൻ്റെ പിന്നിലൊക്കെ പാർട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോലും ഇപ്പോഴും സഖാക്കൾ പറയുന്നത്, അതിൽ പങ്കെടുത്ത സഖാക്കളും ഇപ്പോഴുള്ള സഖാക്കളൊക്കെ പറയുന്നത് ഞങ്ങളല്ല അത് ചെയ്തത് എന്നുള്ളത്. അതാണ് ലാസ്റ്റ് ഒരു സഖാവിൻ്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ തന്നെ. കാരണം പാർട്ടി എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി അതിനെ ന്യായീകരിച്ച് അതിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ലൈന്. അതിൽ പ്രതിഷേധിച്ചാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം, അതിൻ്റെ വിൽപ്പനയൊക്കെ കണ്ടില്ലേ. ഇനിയും ചിലപ്പോൾ പുസ്തകം ഒരുപാട് ഇറക്കേണ്ടി വരും, പുസ്തകം ഒരുപാട് വിൽപ്പന നടത്തേണ്ടി വരും. ഈ പുസ്തകങ്ങൾ ഒരുപാട് പോകുമ്പോഴും കേരളത്തിൽ നിന്ന് CPM എന്ന പാർട്ടി, ഇന്നത്തെ ഈ പാർട്ടി ഇല്ലാതാവും എന്നുള്ളതാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള ഭയം. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.